പ്രൊഫസർ എസ് ഭാർഗവൻ പിള്ളയെ കൊടുങ്ങല്ലൂർ പൗരാവലി അനുസ്മരിച്ചു. ചരിത്ര അധ്യാപകനായും ചരിത്ര പണ്ഡിതനായും കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് KKTM കോളേജിൽ ചരിത്ര വിഭാഗ മേധാവിയായും കോളേജ് ക്യാമ്പസിനപ്പുറം ബഹുജനങ്ങൾക്ക് ചരിത്രജ്ഞാനം പകർന്നു നൽകുകയും ചെയ്ത് അരനൂറ്റാണ്ടിലധിക കാലം കൊടുങ്ങല്ലൂരിൽ സജീവ സാന്നിധ്യമായിരുന്ന പ്രൊഫസർ എസ് ഭാർഗവൻ പിള്ളയെ കേശവ്ജി കൈമൾ സ്മൃതി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കൊടുങ്ങല്ലൂർ പൗരാവലി യോഗം അനുസ്മരിച്ചു. 80 വയസ്സ് പിന്നിട്ടിട്ടും ചരിത്ര സംഭവങ്ങളും അത് നടന്ന വർഷവും കൃത്യമായി പറയുവാൻ പ്രാഗൽഭ്യമുണ്ടായിരുന്ന ബുദ്ധിജീവിയാണ് പ്രൊഫസർ എസ് ഭാർഗവൻ പിള്ളയെന്ന് അനുസ്മരണ പ്രസംഗം നടത്തിയവർ അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ ജനിച്ച് കൊടുങ്ങല്ലൂരിലെ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന EG സുഗതന്റെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് യോഗ നടപടികൾ ആരംഭിച്ചത്. കേശവ്ജി കൈമൾ പേരുള്ള സ്മൃതി കേന്ദ്രമാണ് കൊടുങ്ങല്ലൂർ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ഈ ഒരു അനുസ്മരണ സദസ്സ് ഒരുക്കിയിട്ടുള്ളത് പ്ലാനിങ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കടപ്പാടിൻ്റെ ബഹിർസ്ഫുരിത രൂപമാണ്. ഇതൊരു കടപ്പാട് നിർവഹിക്കുക, നമ്മുടെ മൺമറഞ്ഞു പോയ മഹാരഥന്മാരോടുള്ള കടപ്പാട് നിർവഹിക്കൽ കേശവ്ജി കൈമൾ സ്മൃതി കേന്ദ്രത്തിന് മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ പ്രൊഫസർ എസ് ഭാർഗവൻ പിള്ള പുല്ലൂറ്റ് ഗവൺമെന്റ് KKTM കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയായിരുന്ന വ്യക്തി എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം. ചരിത്ര പണ്ഡിതനായിരുന്നു. വർഷങ്ങളും മറ്റും ചരിത്ര സംഭവങ്ങളുടെ വർഷങ്ങളും സംഭവങ്ങളുമെല്ലാം ആധികാരികമായി വിശദീകരിക്കാൻ അനിതര സാധാരണമായിട്ടുള്ള വൈദഗ്ധ്യം ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു പ്രൊഫസർ എസ് ഭാർഗവൻ പിള്ള. ഇവിടെ ശിഷ്യനോട് ഇരിപ്പുണ്ട്. ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിലെത്തി പഠിപ്പിച്ചിട്ടില്ല കേട്ടോ, എങ്കിലും അതിനും അപ്പുറമാണ് അദ്ദേഹം. കാരണം ഞാൻ സ്കൂളിൽ അധ്യാപക ജോലി ചെയ്തിരുന്ന ഘട്ടത്തിൽ പാഠപുസ്തകത്തിന് മാത്രം ഒതുങ്ങിയുള്ളൊരു പഠന രീതിയാണ്, അധ്യാപന രീതിയാണ് ഞാൻ അവലംബിച്ചത്. അതിനപ്പുറം കുട്ടികളെ അത്യാവശ്യം ചരിത്ര ലോകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്രമേൽ വിജയിച്ചെന്നൊന്നും പറയാനില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സാറിന് ഏത് പാതിരാവിലെ വിളിച്ചാലും സാറിന് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത്. ദേശീയ അധ്യാപക അവാർഡ് ജേതാവും കേശവ്ജി കൈമൾ സ്മൃതി കേന്ദ്രം പ്രസിഡന്റുമായ PA സീതി മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ എസ് ഭാർഗവൻ പിള്ളയുടെ അടുത്ത സുഹൃത്തും ചങ്ങനാശ്ശേരി NSS കോളേജ് ചരിത്ര വിഭാഗ മേധാവിയുമായിരുന്ന പ്രൊഫസർ K അജിത ഉദ്ഘാടനം ചെയ്തു. തിരിച്ചു വരികയും ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള എക്സാമിനേഴ്സ് പറഞ്ഞു, സാറിന് നമുക്ക് ഒരു സാറായിട്ട് നമ്മുടെ ഒരു മൂത്ത സഹോദരനായിട്ടാണല്ലോ നമുക്ക് തോന്നുന്നത് എന്ന് ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തതാണ്. ഞാൻ കൈമൾ എഴുതിയിട്ടുള്ളത് കുട്ടനാട്ടിൽ നിന്ന് വന്ന് ഇവിടെ താമസമാക്കിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൃതി നമ്മുടെ കലാധരൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. ഞാനത് വളരെ കാര്യമായിട്ട് സൂക്ഷിച്ചിരുന്നു. പക്ഷെ 18-ലെ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പുസ്തകങ്ങൾ വെച്ചിരുന്നത്. പറപ്പേടി അതിൻ്റെ മലയാളം, പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. അത് രണ്ടും വെള്ളം കയറി നശിച്ചു പോയിരുന്നു. ഞാനപ്പോൾ അത് രണ്ടും എടുത്ത് ഇങ്ങനെ താരതമ്യം ചെയ്യുമായിരുന്നു. അപ്പോൾ ഭാർഗവൻപിള്ള സാറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ യാദൃച്ഛികമായിട്ട് എൻ്റെ തന്നെ ഒരു ബന്ധു തോട്ടത്തിലെ ഉണ്ണിച്ചേട്ടനാണ് എനിക്ക് സാറിനെ പരിചയപ്പെടുത്തി തന്നത്. അതിനുശേഷം ഒരു 2 തലങ്ങളിലുള്ള ഒന്ന് അക്കാദമികമാണ് സാറുമായിട്ട്, പിന്നെ വ്യക്തിപരമാണ്. അങ്ങനെ 2 തരത്തിലുള്ള ബന്ധം നിലനിർത്തി പോകുന്നതാണ്. ഏറ്റവും അവസാനം ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്ക് തിരിച്ചിങ്ങോട്ട് വന്നതിലൊരു മനപ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചങ്ങനാശ്ശേരി എന്നെ വിളിക്കുന്നു എന്നൊക്കെ ഒരു തോന്നലുണ്ടായപ്പോൾ അങ്ങോട്ട് പോകാം, അവിടെ പല കാര്യങ്ങൾക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു പൊതുപരിപാടിയിലേക്ക് സാർ എന്നെ വിളിക്കുന്നത്. പിന്നെ ഒരു തിരിച്ചു പോക്കുണ്ടായില്ല. ഞാൻ ഇവിടുത്തെ ആള് തന്നെയായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാറിനെ കുറിച്ച് പറയുമ്പോഴേ സാറിനെ പോലെ ഒരു അധ്യാപകൻ അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം സാറിൻ്റെ ഗുരുനാഥൻ സാക്ഷാൽ MGS ആണ് എന്നുള്ളത്. ഞങ്ങൾക്കൊന്ന് MGSന്റെ ഓൾ കേരള നോട്ടറി അഡ്വക്കേറ്റ്സ് ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത് മുഖ്യപ്രഭാഷണവും ഭാർഗവൻ പിള്ളയുടെ കോളേജ് അധ്യാപക കാലഘട്ടത്തിൽ പുല്ലൂറ്റ് ഗവൺമെന്റ് KKTM കോളേജിൽ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അംഗമായിരുന്ന പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KG മുരളീധരൻ മുഖ്യാനുസ്മരണ പ്രഭാഷണവും VR രഞ്ജിത്ത് മാസ്റ്റർ ആമുഖ പ്രഭാഷണവും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് PG പാർത്ഥസാരഥി മാസ്റ്റർ പ്രഥമ പ്രൊഫസർ എസ് ഭാർഗവൻ പിള്ള പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തൽ നിർവഹിച്ചു.
ഇക്കൊല്ലത്തെ കെ അംബുജാക്ഷൻ സ്മാരക അവാർഡ് ജേതാവ് എഞ്ചിനീയർ പി രാമൻകുട്ടി മുഖ്യാതിഥിയായ ചടങ്ങിൽ ഭാർഗവൻ പിള്ളയുടെ പുത്രിമാരായ എം ഉമയും ഹേമ ബി പിള്ളയും ചേർന്ന് ഇക്കൊല്ലം MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് B.Ed നാച്ചുറൽ സയൻസിൽ 1ാം റാങ്ക് ജേതാവായ ഫർഹ ഫാത്തിമയ്ക്ക് പ്രഥമ പ്രൊഫസർ ഭാർഗവൻ പിള്ള പുരസ്കാരം നൽകി. കേരള ഫിലിം ക്രിട്ടിക് അവാർഡ് ജേതാവ് ബഷീർ പൂവത്തിങ്ങൽ, KJ തോമസ്, പുലൂറ്റ് മഞ്ഞന മഹല്ല മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് AM അബ്ദുൽ ജബ്ബാർ, MA ഇബ്രാഹിം, പുലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ES സിറാജ്, പ്രമുഖ കവയിത്രി EA ഹവ ടീച്ചർ VM രഞ്ജൻ, ഹരിതേജസ്, ഭാർഗവൻ പിള്ളയുടെ മരുമകൻ V ജയകുമാർ, അഴീക്കോട് സിദി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി മലയാള വിഭാഗത്തിന്റെ ഇക്കൊല്ലത്തെ വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് ജേതാവ് അശോകൻ പൂതോട്ട്, PP ശ്രീദേവി, TK ഫക്രുദ്ദീൻ, ഭാർഗവൻ പിള്ളയുടെ പൗത്രൻ M ശരത്, രഞ്ജിത്ത്, പാർത്ഥസാരഥി തുടങ്ങിയവർ പ്രസംഗിച്ചു. P ഭാസ്കരൻ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി CS തിലകൻ, ഭാർഗവൻ പിള്ളയുടെ പൗത്രി അപർണ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.